വീട്ടിൽ വളർത്തുന്ന റോസാ ചെടിയിൽ അതിൽ മൊട്ട് വന്നിട്ടുണ്ട്, എന്നാൽ അത് നല്ല രീതിയിൽ പൂ വിടരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് തീർച്ചയായും എന്തെങ്കിലും ഒരുതരം പ്രാണിയോ അല്ലെങ്കിൽ പുഴുവോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടില്ലേ, ഇത് കുറേ നാളായിട്ട് ഇതേപടി തന്നെ നിൽക്കുകയാണ്. അപ്പം ഞാനിതൊന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് പുഴു ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ഈ മൊട്ടും കുറേ നാൾ മുൻപേ തന്നെ വിരിയേണ്ടതായിരുന്നു, പക്ഷേ ഇത് വിരിയുന്നില്ല, ഇതേപടി തന്നെ നിൽക്കുകയാണ്. അപ്പം ഞാനിതാ ഇതാ നോക്കുമ്പോൾ കണ്ടില്ലേ, ആഹാ, ആശാൻ ഇതിൽ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷിച്ച് ഇരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത് വിരിയാതെ ഇതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇത് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് ഇതിന് പറ്റിയത്, ഇതിങ്ങനെ വിരിയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ മൊട്ട് എല്ലാം ഒന്ന് വിടർത്തി നോക്കിയത്. എന്തായാലും എടുത്ത് നശിപ്പിച്ച് കളഞ്ഞേ തീരുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ചെടികളിലേക്കും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ പുഴു ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, അതിൻ്റെ കാഷ്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിലൊന്നുകൂടെ ഞാനൊന്ന് നോക്കട്ടെ, ഇതിനകത്ത് ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ ഇതൊന്ന് ഇതാ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഞാനിത് ക്യാമറ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനിത് നോക്കുന്നത് കേട്ടോ. കണ്ടില്ല, ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെ കൂടി ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇതിനെയും കൂടെ നശിപ്പിച്ച് കളഞ്ഞേ തീരുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റിന് മൊത്തം ഇത് ബാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീഫെല്ലാം കണ്ടില്ലേ, എല്ലാം ഒരു യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫെല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക, അതുമാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.